ഹലോ ഓൾ, അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈപോസ് വേൾഡ്. നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ എത്രത്തോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും ഏകദേശം ഈ ഒരു എമൗണ്ട് എടുക്കാം. ഇത് ഞാൻ വെറുതെ മഞ്ഞൾപ്പൊടിയും ഓൾസോ ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. വേറെ ഒരു മസാല ഇതിലിട്ടിട്ടില്ല. നമുക്ക് ഈ ചിക്കൻ ഇനി നല്ല ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മാറ്റിയെടുക്കണം. ഇതേപ്പോൾ ഞാനത് കൈ വെച്ച് തന്നെ നല്ല ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് എളുപ്പമാണ്. നമുക്ക് കൈ വെച്ചൊന്ന് പൊട്ടിച്ച് കൊടുത്താൽ തന്നെ വേഗത്തിൽ ഇങ്ങനെ വന്നോളും. ഇനി നമുക്ക് നമ്മുടെ ഈ ചിക്കൻ നന്നായിട്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത്. വളരെ കുറച്ച് എണ്ണയിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഒരിക്കലും നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. അത് കാരണം കുറച്ച് എണ്ണ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഏകദേശം പകുതിയോളം ഇപ്പം തന്നെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കിനി ക്യാരറ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു ബൗൾ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റ് നല്ല നീളത്തിൽ വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത്ര തന്നെ ക്യാബേജ് കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇത്ര ക്യാബേജ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ബാലൻസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ച് ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചും കൂടി ഇളക്കാം. അതിലേക്ക് ഞാൻ മയണൈസാണ് ഇട്ട് കൊടുക്കുന്നത്. മയണൈസ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കണ്ടു നോക്കുക. അതിലേക്ക് അതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേപ്പോൾ ഞാൻ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡാണ് ആവശ്യം. നിങ്ങൾക്ക് എത്ര സാൻഡ്വിച്ച് വേണോ അതിൻ്റെ ഡബിളാണ് നമുക്ക് ബ്രെഡ് എടുക്കേണ്ടത്. നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബട്ടറാണ് കേട്ടോ. നമുക്ക് അതിലേക്ക് നമ്മുടെ ബ്രെഡ് ഇട്ട് കൊടുക്കാം. നമുക്കിനി നമ്മുടെ ഈ ബ്രെഡ് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു സൈഡ് നന്നായിട്ട് ടോസ്റ്റായി വന്നപ്പോൾ ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് രണ്ട് സൈഡ് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് മാറ്റാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ടൊമാറ്റോ സോസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് എല്ലായിടത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കാം. പിന്നെ മയണൈസാണ് വെച്ച് കൊടുക്കുന്നത്. മയണൈസും അല്ലെങ്കിൽ ഇപ്പോൾ ടൊമാറ്റോ സോസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണോ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കൂട്ട് വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് ഞാൻ സവാളയാണ് വെച്ച് കൊടുക്കുന്നത്. നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ തക്കാളി കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി വെച്ചിട്ട് നമുക്ക് നമ്മുടെ മറ്റേ ബ്രെഡ് വെച്ചിട്ട് അത് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേ നമ്മുടെ സാൻഡ്വിച്ച് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം അതിലേക്ക് ടൊമാറ്റോ സോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മയണൈസ് ആയിക്കോട്ടെ അത് എത്രത്തോളം വെച്ച് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ എന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.